ഹലോ മക്കളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഫിസിക്സിൽ ഓണം എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചിരിക്കണം, റിവൈസ് ചെയ്തിരിക്കണം, അതിലെ ചോദ്യങ്ങളും ചെയ്തിരിക്കണം. ഓക്കെ, എന്താണ് റിഫ്രാക്ഷൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡയഗ്രാംസ് അല്ലെ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ റേ ഓഫ് ലൈറ്റിന് ഉണ്ടാവുന്ന വ്യത്യാസം, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ റിഫ്രാക്ഷൻ്റെ ബേസിക്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും വരും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായാലും മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷനിൽ നമ്മുടെ അപ്പാരന്റ് പൊസിഷൻ ഓഫ് സ്റ്റാർസ്, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, അതുപോലെ തന്നെ അഡ്വാൻസ് സൺറൈസും ഡിലേഡ് സൺസെറ്റും, ഈ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായാലും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ് ആണ്. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മറ്റൊന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെയും അതിൻ്റെ അപ്ലിക്കേഷനും ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ്റെ ബേസിക്സും ഡയഗ്രാം വരയ്ക്കാനുള്ള ടോപ്പിക്കുകളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആൻഡ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷനുമാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനൽ തന്നെയുള്ള വീഡിയോസ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് വരുമ്പോൾ എഗെയിൻ 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണുള്ളത്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ബേസിക്സ്. സോ ഇതെന്തായാലും സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ബേസ് സെറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മറ്റ് ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ്റെ ബേസിക്സ് ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് ആൻഡ് റോഡ് സയൻസ് എന്തായാലും ചോദ്യം ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി ചോദിക്കാൻ പോകുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ മാൻഡറ്ററി, കോഷണറി അല്ലെങ്കിൽ ഇൻഫോർമേറ്ററി ആയിട്ടുള്ള സയൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. 2 ഗ്രാഫേ ഉള്ളൂ. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫ് ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ടോപ്പിക്ക് പ്രയോറിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ആണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരുന്നത്. അടുത്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. സോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ പോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ചോദിക്കുക. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ചോദിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നായിരിക്കും. അപ്പോൾ എന്താണ്? V = U + AT എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. V = U + AT, അതുപോലെ തന്നെ S = UT + ½ AT² ആൻഡ് V² = U² + 2as. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ബേസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് എന്തായാലും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ 4 ടോപ്പിക്കുകളിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തന്നെയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും 30 മിനിറ്റ്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ റിവിഷൻ്റെ സമയത്ത് ഈ വീഡിയോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസും നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് 2 ചാപ്റ്ററും നല്ല വൃത്തിക്ക് പഠിക്കുക. എന്തായാലും ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇനി നിങ്ങളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം.